കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 7ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ ബാരിഷ് കെ ബാദ് എന്ന പാഠത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ വീഡിയോയിൽ പാഠഭാഗത്തിന്റെ മലയാളം അർത്ഥം വിശദമായി പഠിപ്പിക്കുന്നു. ബാരിഷ് കെ ബാദ് എന്ന ഈ കഥ എഴുതിയത് കനക് ശശിയാണ്. ഇനി നമുക്ക് പാഠം വായിച്ച് അർത്ഥവും മനസ്സിലാക്കാം. ആദ്യം തലക്കെട്ട് ബാരിഷ് കെ ബാദ് എന്നാൽ മഴയ്ക്ക് ശേഷം എന്നാണ് അർത്ഥം. ഇനി നമ്മൾ ഈ പാഠഭാഗത്തിന്റെ ഓരോ വരികളും വായിക്കുന്നു. എന്നിട്ട് ആ വരികളിലുള്ള വാക്കുകളെയും അർത്ഥങ്ങളെയും പ്രത്യേകിച്ച് നോട്ട് ചെയ്യുന്നു. വായിച്ചു തുടങ്ങാം. बारिश के बाद सभी कुछ धुला पुला नया सा लगने लगा था. മഴ പെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കിയതുപോലെ പുതുമയുള്ളതായി തോന്നി തുടങ്ങിയിരുന്നു. ഞാൻ ഈ കാണിക്കുന്നത് ഇതിലെ ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങളാണ്. ഞാനത് പ്രത്യേകിച്ച് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാക്കും. അടുത്തത് झरे अमलतास के फूल गीली मिट्टी के कारण और अधिक पीले लग रहे थे. താഴെ വീണ കണിക്കുന്ന പൂക്കൾ അമൽതാസ് നനഞ്ഞ മണ്ണ് കാരണം കൂടുതൽ മഞ്ഞയായി കാണപ്പെടുന്നുണ്ടായിരുന്നു. घास की नोकों पर ठहरी पानी की बूंदें कभी भी फिसलने को थीं. മരങ്ങളുടെ വേരുകൾ ഇത്രയധികം അഴിഞ്ഞിരുന്നു, അതെപ്പോഴും വഴുതിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു. बारिश का अगला दौर शुरू होने से पहले चिड़ियों ने अपने जरूरी काम निपटाने की भागमभाग और चिलपो मचा रखी थी. അടുത്ത മഴ തുടങ്ങുന്നതിനു മുമ്പ് കിളികൾ തങ്ങളുടെ ആവശ്യമായ ജോലികൾ തീർക്കാൻ തിരക്കിട്ടോടുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. हवा में अटकी पानी की कुछ बूंदें गुटली के चेहरे से टकरा रही थीं. അന്തരീക്ഷത്തിൽ തങ്ങിനിന്ന വെള്ളത്തിന്റെ ചില മഴത്തുള്ളികൾ ഗുഡ്ലിയുടെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. गुडुली अपने दोस्त गुड्डू के साथ कुछ जरूरी काम में लगी थी. വലിയ ഗുഡലി, തവളയെപ്പോലുള്ള ജീവി, തന്റെ കൂട്ടുകാരൻ ഗുട്ടുവിന്റെ കൂടെ ചില പ്രധാനപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. वे दोनों एक बरसाती नाले में खड़े थे. അവർ രണ്ടും മഴവെള്ളം ഒഴുകുന്ന ഓടയിൽ നിൽക്കുകയായിരുന്നു. पानी उनके घुटने छू रहा था. വെള്ളം അവരുടെ കാൽമുട്ടുകളിൽ തട്ടുന്നുണ്ടായിരുന്നു. दोनों पत्ते की नाव तैराने की कोशिश कर रहे थे. അവർ രണ്ടുപേരും ഇല കൊണ്ടുള്ള തോണി ഒഴുക്കിവിടാൻ ശ്രമിക്കുകയായിരുന്നു. नाव में कुछ सवारियां भी जबरदस्ती बैठाई गई थी. അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ശക്തമായ വെള്ളപ്പൊക്കത്തിൽ ചില യാത്രക്കാർ നിർബന്ധിച്ച് കയറ്റിവിട്ടതുപോലെ കാണപ്പെട്ടു. एक चांटा, केसम के पेड़ पर रहने वाला एक लाल काला कीड़ा और एक कछुआ, 3 സവാരിയാ बैठ चुकी थीं. ഒരു തരം ഉറുമ്പ്, കാശിത്തുമ്പ മരത്തിൽ കാണുന്ന ഒരു ചുവപ്പ് കറുപ്പ് പുഴു, പ്രാണി, അതോടൊപ്പം ഒരു മണ്ണിരയും 3 യാത്രക്കാർ ഇരുന്നു കഴിഞ്ഞിരുന്നു. तभी गुड्डुली को एक छोटा मेंढक दिखा. ആ സമയത്ത് ഗുഡുലിക്കൊരു ചെറിയ തവളയെ കാണാൻ കഴിഞ്ഞു. उसने तय कर लिया कि इसी किसी भी नाव पर चढ़ाना है. ഈ തവളയെ ഒരു തോണിയിൽ കയറ്റിവിടണമെന്ന് ഗുഡുലി ഉറപ്പിച്ചു. पर मेंढक को पकड़ना आसान नहीं था. പക്ഷേ തവളയെ പിടിക്കുക എളുപ്പമായിരുന്നില്ല. गुड्डू बार बार कोशिश करता. ഗുഡ്ഡു വീണ്ടും വീണ്ടും ശ്രമിച്ചു. मेंढक बार बार उछल जाता. गुड्डू को यूं फुदकते देख गुठली हंसे जा रही थी. തവള വീണ്ടും വീണ്ടും ചാടിപ്പോകുമായിരുന്നു. ഗുഡ്ഡു ഇങ്ങനെ ചാടിപ്പോകുന്നത് കണ്ടിട്ട് ഗുഡ്ലി ചിരിച്ചുകൊണ്ടേയിരുന്നു. जैसे तैसे मेंढक गुड्डू की हथेलियों में आ ही गया. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് തവള ഗുഡുവിന്റെ കൈവെള്ളയിൽ വന്നെത്തി. गुड्डू ने गुठली से कहा, देख मैं जैसे ही इसे नाव में रखूं तो नाव छोड़ देना. ഗുഡ്ഡു ഗുഡ്ലിയോട് പറഞ്ഞു, നോക്ക്, ഞാൻ ഇവനെ തോണിയിൽ വച്ച ഉടനെ നീ തോണി ഒഴുക്കിവിടണം. गुठली ने हंसते हुए हामी में सर हिलाया. ഗുഡ്ലി ചിരിച്ചുകൊണ്ട് സമ്മതമറിയിച്ച് തലയാട്ടി. ഗുഡ്ഡു ने गिना 1 2 3 और ഗുഡ്ഡു എണ്ണി 1 2 3. എന്നിട്ട് കൂട്ടുകാരെ, ഈ പാഠത്തിന്റെ പകുതി മാത്രമേ നമ്മളിന്ന് പഠിച്ചിട്ടുള്ളൂ. ബാക്കി ഭാഗം ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.